ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ, കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ പുകയുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു വിൽപ്പന കഴിഞ്ഞ 2 ദിവസമായി വിപണിയെ നഷ്ടത്തിലാക്കിയിരുന്നു. എല്ലാ സാങ്കേതിക നിലവാരങ്ങൾക്കും താഴെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവിടുത്തെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ ഗതി അനുസരിച്ചുള്ള നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. കാരണം കുറച്ചു നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിൽ നിന്നും നിക്ഷേപകർ ഈ ഒരു അവസരത്തിൽ ലാഭമെടുത്ത് പിന്മാറിയ ഒരു സാഹചര്യവും വിപണിയെ സ്വാധീനിച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിപണി തുടർച്ചയായി വിൽപ്പനയിലായിരുന്നെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ വിപണിയിൽ നിക്ഷേപം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പരിധിവരെ വിപണിയുടെ വീഴ്ചയ്ക്ക് തടയിടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ അവസാന മണിക്കൂറുകളിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും വിപണിയിൽ നഷ്ടത്തിന്റെ ഒരു തീവ്രത കുറയുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് വിപണി ഒരുപക്ഷെ ഇന്നത്തോടെ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിപണിയെ അത് പ്രതികൂലമായി സ്വാധീനിച്ചുവെങ്കിലും കുറച്ച് അതിൻ്റെ ആ ഒരു തീവ്രത ഏതാനും നാളുകൾക്ക് ശേഷം വിപണി അതുമായി സമരസപ്പെട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു സാഹചര്യം ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയിൽ ഈ ഒരു വിൽപ്പനയ്ക്ക് തടയിടുന്ന രീതിയിലേക്ക് മാറിയേക്കാം. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസത്തേനേക്കാൾ മാറ്റമില്ലാതിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് 25,000 എന്ന നിലവാരം തന്നെയാണ് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ.